ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് വെച്ച് നല്ലൊരു വട ഉണ്ടാക്കാം. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗ്രീൻ പീസ് 3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആക്കി അരക്കരുത്, തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 2-3 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർക്കാം. ഇതെല്ലാം കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചെറിയൊരു ഉരുളകളാക്കി കൈയുടെ അടിയിൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വടയുടെ ഷേപ്പിലാക്കി നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തു പോരാം. അപ്പോൾ നമ്മളെ വട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.